പേഴ്സണൽ സ്റ്റാഫ് CR മഹേഷിനെ എടുത്ത് വാഹനം ഓടിക്കുകയും അതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ വലിയ വിമർശനം വരുന്നുണ്ട്. സീറ്റ് ബെൽറ്റ് ധരിക്കുന്നില്ല. അല്ല, അത് വിമർശിക്കപ്പെടണം. അങ്ങനെ വാഹനം ഓടിക്കാൻ പാടില്ല എന്നുള്ളതാണല്ലോ നമ്മുടെ നാട്ടിലുള്ള നിയമം എന്ന് പറയുന്നത്. എൻ്റെ പേഴ്സണൽ സ്റ്റാഫിന് പ്രത്യേകിച്ച് ഭരണഘടനാപരമായ ഇമ്മ്യൂണിറ്റി ഒന്നുമില്ല. അവർ കുറ്റം ചെയ്താൽ, അവർ തെറ്റ് ചെയ്താൽ, അവർ പിന്നെ ട്രാഫിക് നിയമം ലംഘിച്ചാൽ സ്വാഭാവികമായിട്ടും അവർക്ക് എന്താണോ പിന്നെ നാട്ടിൽ നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് അതിനനുസരിച്ചുള്ള ഫൈൻ അവർ അടക്കേണ്ടതായിട്ട് വരും. അതിൽ വിഭാഗത്തിൻ്റെ അടിസ്ഥാനമൊന്നുമില്ല. അതിപ്പോൾ വാഹനം ഓടിക്കുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ ആര് തന്നെ ലംഘിച്ചാലും അതിൽ നടപടി എടുക്കുക എന്നുള്ളതാണല്ലോ. ആ നടപടിയിൽ ആരെങ്കിലും എടുത്തോട്ടെ. എന്താ ഈ വൈശാഖ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവെന്തോ തട്ടിപ്പ് നടത്തി തലശ്ശേരിയിലാണ്. അതുമായി ബന്ധപ്പെട്ട് കേസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് റെയിൽവേയിൽ ജോലി വാഗ്ദാനം ചെയ്തെന്നുള്ളതാണ്. അത് ശ്രദ്ധയിൽപ്പെട്ട് എന്താണ് യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ആ കേസിൻ്റെ വിശദാംശങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കറിയില്ല. ആ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതായും അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തതായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നു. അതിനെ സംബന്ധിച്ച് അന്വേഷിക്കുമ്പോൾ അദ്ദേഹം റിമാൻഡിലാണ് എന്നുള്ള വാർത്ത അറിയാൻ വേണ്ടി സാധിച്ചു. സ്വാഭാവികമായി സംഘടനാപരമായി നിൽക്കുന്ന ഒരാളുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു പരാതി ഉയർന്നു വരുമ്പോൾ എടുക്കേണ്ടതായ നടപടി സ്വാഭാവികമായി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. സംസ്ഥാന കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചിരുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നടപടി എടുക്കേണ്ടിയിരുന്ന അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയാണ്. ഞാൻ ഡൽഹിയിലുള്ള സമയത്ത് തന്നെയാണ് ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുന്നത്. അന്ന് തന്നെ ചുമതല വഹിക്കുന്ന അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രദ്ധയിൽപ്പെടുത്തുകയും അദ്ദേഹം അഖിലേന്ത്യാ പ്രസിഡന്റ് അനുവാദത്തോടു കൂടി തന്നെ അദ്ദേഹത്തെ തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നടപടി എടുത്തിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായി താങ്കൾ തുടരും എന്നുള്ള ഒരു വാർത്തകൾ വന്നു. ഈ ആസ്ഥാന മന്ദിരം പണിയുന്നത് വരെ അതെല്ലാം ഇന്നലെ വന്ന വാർത്തകളല്ലേ. അതിനെ സംബന്ധിച്ച് നിങ്ങൾ എന്നെ കൂടുതൽ പറഞ്ഞാൽ മതി. എന്നെ പാർട്ടിയാണല്ലോ അതിനെ സംബന്ധിച്ച് ഞാൻ തുടരണോ വേണ്ടയോ എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ തീരുമാനം എടുക്കേണ്ടത് പാർട്ടിയാണ്. വ്യക്തിപരമായ ആഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയമായ നിലപാടുകളുടെ അടിസ്ഥാനത്തിലും തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലും തുടരേണ്ടതും മാറേണ്ടതുമായ പദവിയാണ്.